ഞങ്ങളുടെ മെമ്പർമാർ മാത്രമല്ല, ആ പഞ്ചായത്തിൽ 22 അംഗങ്ങളുണ്ട്. ആ 22 അംഗങ്ങൾ മുഴുവൻ കോൺഗ്രസ് അല്ല. ഞങ്ങളുടെ 9 അംഗങ്ങളെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. മറ്റ് പല പാർട്ടിയിലുള്ള അംഗങ്ങൾ എന്ത് രൂപത്തിലാ എങ്ങനെയാണ് വരിക എന്ന് പറയാൻ കഴിയില്ല. കാരണം 118 കോടി രൂപ അവിടെ ED കണ്ടുകെട്ടിയിട്ടുള്ള ഒരാള് ഈ കമ്പനിയുടെ ഡയറക്ടറാണ്. അപ്പൊ ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാനും അത്രയും കോടിക്കണക്കിന് രൂപ കണ്ടുകെട്ടിയിട്ടും ഇത്രയും 600 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനും കഴിവുള്ള ഒരു കമ്പനി എന്തും വിലക്കെടുക്കും എന്നുള്ളതാണ്. കാരണം സംസ്ഥാന മന്ത്രിസഭയെ പോലും അവര് വില പേശി വെച്ചിരിക്കുകയാണ്. ഈ മദ്യനയം തിരുത്താൻ ഈ കമ്പനിയുടെ ശക്തമായ സ്വാധീനമുണ്ട്. ഏതെങ്കിലും ഒരു കമ്പനിക്ക് കേരളത്തിലെ ഒരു മദ്യനയം മാറ്റാൻ കഴിയുന്നു വെച്ചാൽ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒയാസിസ് കമ്പനി. അങ്ങനെ എനിക്ക് പറയാൻ കഴിയില്ല. അവരേത് ഹീന ശ്രമവും അവർ നടത്തും. അത് പൊതുസമൂഹത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന്റെ ഭരണം 4 വർഷം പിന്നിട്ടു. ഒരു അട്ടിമറിക്കും അവിടെ കഴിഞ്ഞിട്ടില്ല. ഒരു പരാതി, ഒരു അഴിമതി ആരോപണം, ഒരു ക്രമം വിട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് ഭരണത്തിനെതിരായിട്ട് നാളെ ഇതുവരെ ഉന്നയിക്കാത്ത CPM ഇപ്പോ അവിശ്വാസ പ്രമേയമായിട്ട് വന്നിട്ടുള്ളത് ഈ കമ്പനിക്ക് വേണ്ടിയാണ്. ഈ വ്യാജ മദ്യ കമ്പനിയെ അവിടെ വാഴ്ത്താൻ വേണ്ടി, സ്ഥാപിക്കാൻ വേണ്ടി പഞ്ചായത്ത് എതിരായപ്പോൾ ആ പഞ്ചായത്തിനെയും അട്ടിമറിക്കും എന്ന് തീരുമാനിച്ചിറങ്ങിയിരിക്കുന്നത് CPM ആണ്. CPMന്റെ പ്രാദേശിക നേതാക്കളാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ജില്ലയിലെയും സംസ്ഥാനത്തെയും മുതിർന്ന നേതാക്കന്മാരും എക്സൈസ് വകുപ്പ് മന്ത്രിയുടെ പ്രവർത്തനവും ഇതിന് പിന്നിലുണ്ട്.